ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടോജ് പുതിയ സ്കിന്നൊക്കെയാണ് ഇട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ നമ്മൾ പറയേണ്ടത് അതല്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് എന്താടാ പറ. ഹലോ ആ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയണ്ടേ ആദ്യം. വാടങ്ങട് വീടിൻ്റെ അകത്ത് ഒരു ചെസ്റ്റ് റൂം ഉണ്ടാക്കി. അതാണ് നമ്മൾ ആദ്യം ചെയ്ത കാര്യം. ഒന്നുമില്ല. നമുക്ക് സ്റ്റോണായിട്ട് ഭയങ്കര പാപ്പരാണ്. പാപ്പരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കുറച്ച് സാധനങ്ങൾ ഒന്നിലുമില്ല. എൻ്റെ ഒന്നുമില്ലേ. പിന്നെ ബാക്കി കാര്യങ്ങൾ അടുത്തതിൽ ഇറച്ചി ഫുഡ് ആകെ 4 പോക്ക് ചോപ്സ് ഇരിപ്പുണ്ട്. വേറൊന്നും നമ്മുടെ ഇല്ല. പിന്നെയാണ് നമ്മുടെ മെയിൻ ഐറ്റം അല്ലേ ടോജി? പോയി അവിടെ ഉണ്ടല്ലേ. അടുത്ത സാധനമാണ് മെയിൻ സാധനം, നമ്മുടെ വാല്യുബിൾസ്. അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒന്നുമില്ല. നമ്മുടെ വാല്യുബിൾസിൽ ഇത്ര സാധനമാണ് ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഇതൊക്കെ എവിടെ ആക്കൂടെന്ന് വെക്കണേ. സാധനങ്ങളൊക്കെ എവിടെ കിട്ടിയെന്ന്. ഇത് വേറെ എവിടെ നിന്നല്ല കിട്ടിയത്. ഞങ്ങൾ ചെറുതായിട്ടൊരു മൈനിങ്ങിന് പോയി. ആ മൈനിങ്ങിന്റെ ക്ലിപ്സ് കിട്ടണ്ടായിരുന്നു. പക്ഷെ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചേക്കാം ഇവിടെ. പിന്നെ നമ്മള് ഫസ്റ്റ് ഡയമണ്ട്. അയ്യോ അയണില്ല. 오빤 강남스타일 강남스타일 낮에는 따사로운 인간적인 여자 커피 한 잔에 여유를 아는 품격 있는 여자 밤이 오면 심장이 뜨거워지는 여자 그런 반전 있는 여자 너는 선호해 낮에는 너 കുറച്ച് ചവർ ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ ഇവിടെ കൊടുന്ന് ഗൺ പൗഡർ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാം മനസ്സിലായി. എനിക്ക് ആ തൂബിൽ തിരിച്ചാടോ. തൂബിലെന്ത് കാണിക്കാനാന്ന് എനിക്ക്. പിന്നെ ടൂൾസ് ആണ്. ടൂൾസിൽ വലുതായിട്ട് സാധനങ്ങളൊന്നുമില്ല. കുറച്ച് വുഡൻ പിക്കാക്സും ഒരു അമ്പും കുറച്ച് സ്റ്റോൺസുകളും. ഇതാണ് നമ്മുടെ വുഡിൻ്റെ ഐറ്റംസ്. വുഡിൻ്റെ ഐറ്റംസ് നമ്മൾ വീടുണ്ടാക്കിയപ്പോൾ ബാക്കി വന്ന സാധനങ്ങളാണ് വുഡിൻ്റെ ഐറ്റംസിൽ ഇരിക്കുന്നത്. എൻ്റെ പൊന്നെ രാത്രി ആയോ ഇതിൻ്റെ ഇടക്ക്. ഓക്കെ കിടന്നുറങ്ങി കേട്ടാ. ഞാൻ കുറച്ച് അയണൊക്കെ എടുത്തിട്ട് ആർമറൊക്കെ ഉണ്ടാകട്ടെ. ആർമർ എന്തിനാ? അതല്ല, എനിക്ക് ഷീൽഡ് ഇല്ല. ഓക്കെ, അതാണ് നമ്മുടെ ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയേക്കണ പ്രോഗ്രഷൻസ് ഒക്കെ. അയ്യോ അടുത്തത് മാറ്റി. ഞാനാരാ മോൻ. ഓക്കെ, ഇനി നമുക്ക് സാവധാനമായിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോണത്, നിങ്ങൾ അവിടെ കണ്ടായിരുന്ന ആ ഡയമണ്ടും പിന്നെ കൊണ്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കും. ആ പിക്കാക്സ് എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പോകേണ്ടത് നെതറിലേക്കാണ് ഫസ്റ്റ് തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തൊന്നും കേവ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരെ പോയാണ് നമ്മൾ കേവ് കണ്ടുപിടിച്ചേക്കണത്. അത് നല്ല ദൂരെയാണ്, അത്യാവശ്യം ദൂരെയാണ്. അതുകൊണ്ട് ടോജി വാടാ, ഫസ്റ്റ് പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കാം. ഒറ്റ പിക്കാക്സ് മതി കേട്ടോ. അത് മതി. ടൂൾസിനുള്ള സ്റ്റിക്ക് അവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് പിക്കാക്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഡയമണ്ട് പിക്കാക്സ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് പിക്കാക്സ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വാടാ ടോജി. കുറച്ച് ആരോ വേണം. എടേ
താൻ വിളിക്കോ, നിനക്ക് സ്ഥലം പറഞ്ഞാ മതി, അല്ലേ ഞാൻ വഴി തെറ്റും നിന്റെ കൂടെ വന്നിട്ട്. എന്തുവാടാ പെടഞ്ഞു കയറി പോണത് വീടിന്റെ മണ്ടക്കൂടെ? എന്റെ പൊന്നു ടോജി, ബോയൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. നീ വന്നേ. ഇപ്പൊ സെറ്റാവും. താൻ വിട്ടോ, നിനക്ക് സ്ഥലം അറിയില്ല. അതാ പറഞ്ഞിങ്ങ് വരാൻ. അല്ല, താൻ അവിടെ എത്തിയിട്ട് കോഴ്സ് പറഞ്ഞാ മതി. അത് വേണ്ട, അത് വേണ്ട. താൻ കറുത്തിരിക്കുന്നു. കറുത്താ? അത് നിന്റെ പ്രശ്നം. എന്റെ പ്രശ്നം. ഫസ്റ്റ് കയറിയപ്പോ എനിക്ക് ഒന്നും ഇല്ലായിരുന്നു, അങ്ങനൊന്നുമില്ല. ഇവിടെ മൊത്തം നശിപ്പിച്ചവൻ ഗ്രാവലും പൊട്ടിച്ച് പൂച്ചേനെയും പിടിച്ച് വെള്ളത്തിലിട്ട്. അത് ഞാനല്ല, അസുഖം ചാടിയതാ. വാടാ. നടക്കി. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ കേവിലേക്ക് പോകണം. കേവിൽ പോയിട്ട് എന്തെങ്കിലും സാധനത്തിനെ തല്ലിക്കൊന്ന് അവിടെ പോയി ലാവ വെള്ളം. അതിന് വെള്ളം വേണ്ടേ? വെള്ളം എടുത്തിട്ട് ഒരു ബക്കറ്റ് ലാവ എടുത്തിട്ടുണ്ട്. എടാ ഇങ്ങ് വാട തരാടാ. എന്നാടാ ഒരു ബക്കറ്റ് എന്തെങ്കിലും പോണം. എക്സ്ട്രാ ഉണ്ടോ? ഇതെവിടുന്നാ? അതാണ് ബക്കറ്റിൽ ഉണ്ടായിരുന്നത്. നന്നാ ഇവിടുന്ന് എങ്ങോട്ടാന്ന് എനിക്കും അറിയില്ല കേട്ടോ കൃത്യമായിട്ട്. ഒരു ക്രീപ്പർ ലാവാപ്പൂൾ കാണിച്ചെന്നടാ. ഇനി താഴെ പോണ്ട, ഇനി താഴെ പോട്ടെ. എന്തോ പൊന്നെ, ഇനിയൊന്ന് നേരം വിളിപ്പിച്ചാ മാത്രം മതി. അമേസിംഗ് വണ്ടർഫുൾ ലാഗ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഒബ്സിഡിയൻ ഗൈസ്. എടാ എക്കോ വന്നടാ, റെക്കോർഡിംഗ് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അത് ഇല്ല നിന്റെ അല്ലേ? ഞാൻ കേവിൽ പോയി വല്ലതും കിട്ടുമെന്ന് നോക്കിട്ട് വരാം. ചുമ്മാ എന്തിനാ സമയം കളയണം. പോയി ചാവരുത് കേട്ടോ. ഒരു 10-15 ഒബ്സിഡിയൻ മതി. എടാ ഒരു ഗ്രാവല് നേരെ താഴോട്ട് വീണു. അയ്യോ, ആ ഗ്രാവല് എന്തെങ്കിലും വച്ചാർന്നേ നമ്മുടെ കാര്യത്തിൽ പുകയാർന്നു. 15 മതിയടാ. എനിക്ക് ചാടി റിസ്ക് എടുക്കാൻ വയ്യ. എപ്പറാ ഒരു ഡയമണ്ട് കിട്ടിയടാ. ഇല്ല, 2 എണ്ണം കൂടി കിട്ടി. ഇല്ല, 3 എണ്ണം കിട്ടി. ടോട്ടല് 4 എണ്ണം. ഇനി ഇവിടെ നിക്കണ്ട. ഇനി എനിക്ക് ഈ ഡയമണ്ട് കൊണ്ട് കളയാൻ വയ്യ. ടോജി പോയേനെ. ഞാനും പോവാനായിരുന്നു. ഇനി നേരെ വീട്ടിൽ പോ. ഇനി റിസ്ക് എടുക്കാൻ വയ്യ. നമുക്ക് ഡയമണ്ട് ഒക്കെ കിട്ടി. ആരുടെ കോഡ്സ്? പൊരേന്റെ കോഡ്സ് എന്തോ 300 എത്ര കണ്ട. ടോജി എന്തോ പറ്റിയിരിക്കുന്നു നമ്മുടെ വഴിക്ക്. അവിടെ നമ്മള് പിന്നെ ആ പോളാർ ബിയറിന്റെ അവിടെ എത്തിയടാ. അതന്നെ, ഹിമക്കരടി. അതൊക്കെ അത്ര ഉള്ളു. എടാ വീടല്ല അത്.
എന്തുവാടാ അത്? ആ വീട് കാണുന്നു, വീട് കാണു. എടാ, എടാ, വീട് വീട് വീട്. എന്നെ പണിയെടുപ്പിക്കാൻ നീ വിട്ട സ്ഥലം ഗവൺമെന്റ് വിഭാഗം. വീടെത്തി ഗൈസ്. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. കേട്ടോ ജി, ഇവനോടെ പോയി കറങ്ങിപ്പോയോ? ഇവനോടെ ടോജി ടോജി ഓക്കെ ഗൈസ്, നമ്മുടെ ചവറൊക്കെ സോർട്ട് ചെയ്ത് വെക്കാം. ഞാനിപ്പോ എന്റെ ആർമറൊക്കെ ഇതില് വെച്ചിക്കുന്നത്. ഞാൻ ചാവാണ് തിരിച്ചു വന്നെടുക്കാനുള്ളതാണ്. എടുത്ത് വേറെ പെട്ടിയിലൊന്നും കൊണ്ടുവെക്കല്ലേ. കറുപ്പ് ബോക്സാ ഞാൻ ഉണ്ടാക്കി അന്ന് ഉണ്ടാക്ക്. ഞാൻ വെക്കാം. ഈ 3 പാവം കൂടി ഞാൻ വെച്ച് തരാം. പിന്നാസിലാ പ്രിന്റ് ഉണ്ട്, സ്റ്റീലില്ല. അടിച്ചിട്ട് പോളോ. നിക്കട, ഞാൻ ലാഗ് അടിച്ച് കുത്തിരിക്കാണ് ഇപ്പൊ ഇവിടെ. ഇങ്ങനെ ഒരെണ്ണം വെക്കാം. ഓക്കെ, എന്തായാലും ഒന്ന് കേറി നോക്കാം ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ഒബ്സീഡിയൻ അല്ല നെതർ പോർട്ടൽ സെറ്റ് ആയിട്ടുണ്ട്. കേറി നോക്കാം. ഓക്കെ എടാ സോൾ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ബയോമാ. നീ ഉണ്ടാക്കിയോ? എന്താ കിട്ടി? സോൾ സാൻഡ്. ഗാസ്റ്റ് ഒക്കെ ഒന്നടിച്ച് കിറുക്കി തരും. ഹാപ്പി ഗാസ്റ്റ് നോക്കാം. ഹാപ്പി ഗാസ്റ്റ് ഉണ്ടോ നോക്ക്. ഹാപ്പി ഗാസ്റ്റ് ഇല്ല, അങ്ങനെ ഇല്ല. എടാ ഓപ്പൺ അല്ല, അത്ര ഓപ്പൺ അല്ല. പക്ഷെ സ്കെൽട്ടൺസിനെയാണ് സഹിക്കാൻ പറ്റില്ലാത്ത. എനിക്ക് ബൈക്കണ്. നീ വേഗം വാ നമുക്കൊന്ന് കേറി നോക്കിട്ട് പോവാ. ഞാൻ കേറുന്നു, കുറച്ചേരം ഒന്ന് കറങ്ങുന്നു, ഇറങ്ങുന്നു. സിമ്പിൾ. എടാ സോൾ സാൻഡിലൊക്കെ കണ്ണുണ്ടാ? ഒന്നും അറിയില്ല മനുഷ്യ. ഇവിടെ കണ്ണ് തിളങ്ങണ് സോൾ സാൻഡില്. തൊട്ടടുത്ത ക്രിംസൺ ബയോമ്. പച്ചയാണോ ചുമലയാണോ? ചുമല. അത് പറ. എനിക്ക് അതിന്റെ പേര് പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ ഓവർവേൾഡ് പിന്നെയും പറഞ്ഞോ. ഇതിന്റെ അടുത്തൊന്നും ഫോർട്രസ് കിട്ടുമെന്ന് എനിക്ക് തോന്നല്ല എന്തായാലും. എനിക്ക് കേറിയിട്ടൊന്ന് വെയ്യ പോയിട്ട് പൈക്കട്ടെ. വിശക്കട്ടെ, തിന്നട്ടെ ഒക്കെ പറയുന്നേ. മറ്റേ ഔട്ടാവുന്നു. അവരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ്. ഒരു ഷീൽഡും ഉണ്ട്, ഞാനും ഉണ്ട്. ഹോട്ടലിൽ കയറി വന്നു. അയ്യോ ഗാസ്റ്റ്, എന്റെ അപ്പനെ. അയ്യോ മനുഷ്യ, എന്നിട്ട് ഓടിയില്ലേ? രക്ഷിക്കാൻ വന്ന എന്നെ വന്നിട്ട് എന്നിട്ട് ഓടിയില്ലേ? ഞാൻ ഇപ്പൊ ചത്തോ? അയ്യോ അപ്പൊ അയ്യോ ഒളിച്ചിക്കട അതിന്റെ ബാക്കില്.
എടാ നീ അതിന്റെ അണ്ണാക്കിലേക്ക് കയറി ചെല്ലല്ലേ, പോർട്ടില് പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നു. 1.5 ഹാർട്ട് ഞാൻ തീ പിടിച്ചേ അയ്യോ തീ പിടിച്ചേ. ചത്തയൊക്കെ ദേ തീയില്. ശാനം പോയി പോയാ എനിക്ക് തോന്നുന്നത്. ഫുഡ് എന്റെ ഇല്ല, പച്ചിറച്ചി ഉണ്ട്, ഫുഡ് തീർന്നു. എന്തെങ്കിലും ഒന്ന് താ, എന്റെ മൂച്ചാണെ അനങ്ങുന്നില്ല. നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മള് മൂഞ്ചും. അല്ലേ എന്താ നിനക്ക് അനങ്ങാൻ പറ്റണില്ല, എന്റെ മൂച്ച് പണി എന്നേ. ബോയ്സ് നമ്മൾ മൊത്തത്തിൽ മൂഞ്ചിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡില് നമ്മളെന്തായാലും പറഞ്ഞ വാക്ക് വലിച്ചിട്ടുണ്ട്, നെതറിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എന്തായാലും ഫോർട്രസ് ഒക്കെ കണ്ടുപിടിക്കണം. അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ചെയ്താൽ മതി. കുറച്ച് കോഡ്സ് ഒപ്പിക്കണം. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ തന്നെ അടുത്ത എപ്പിസോഡ് എന്ന് പറയുമ്പോൾ കുറച്ച് വഴുകും. എന്തായാലും അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്കൊരു ഗോൾഡ് ഫാം, അതിനുവേണ്ടി മെയിൻലി XP ആണ് ഗോൾഡ് ഫാം ഉണ്ടാകാനുള്ള കാരണം. ഗോൾഡ് ഫാം സെറ്റ് ചെയ്യണം. കോഡ്സിന് വേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ നെതറിൽ കയറാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ട് ഫുൾ ഡയമണ്ട് ആർമർ വില്ലേജറിനെയും സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എൻചാൻമെൻറ്റ് XP വെച്ച് സെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, ബൈ ബൈ.